മനീഷ്, അദ്ദേഹത്തിന്റെ യാത്ര എവിടേക്കാണ് എന്നുള്ളതിൽ ഇപ്പോഴും ഒരു വ്യക്തതയായിട്ടില്ല. കിളിമാനൂരിലേക്കെന്ന് പറയുന്നുണ്ട്, അതോ തിരുവനന്തപുരത്തേക്കാണോ എന്നറിയില്ല. ഈ സ്പീക്കർ തലസ്ഥാനത്തുണ്ടോ മനീഷ്? ഉന്മേഷ, നിലവിൽ കിളിമാനൂർ അമ്മ വീട്ടിലേക്കാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പോകുന്നത് എന്ന രീതിയിൽ കൂടിയുള്ള വിവരങ്ങൾ ലഭിക്കുന്നുണ്ടെങ്കിൽ കൂടി നമുക്ക് പൂർണ്ണമായും എങ്ങോട്ടാണ് ഇതുമായി ബന്ധപ്പെട്ട ഒരു നേതാക്കളോടോ അല്ലെങ്കിൽ മറ്റ് ആളുകളോടോ ഒന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ വ്യക്തത ഇത് എങ്ങോട്ടാണ് യാത്ര എന്നുള്ള കാര്യത്തിൽ വ്യക്തത വരുത്തിയിട്ടില്ല. തിരുവനന്തപുരത്ത് ഇത് പ്രധാനപ്പെട്ട നേതാക്കൾ കെ മുരളീധരൻ, ഒപ്പം തന്നെ UDF കൺവീനർ അടൂർ പ്രകാശും മാത്രമാണുള്ളത്. മറ്റ് പ്രധാനപ്പെട്ട നേതാക്കൾ ആരുമില്ല. ഇനി സ്പീക്കർ ഉണ്ടോ എന്നുള്ള കാര്യം കൂടി ഇനി അന്വേഷിക്കേണ്ടതുണ്ട്. പക്ഷേ നേരിട്ട് വന്നൊരു രാജി സമർപ്പണം എന്ന രീതിയിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ എത്താനുള്ള സാധ്യത നമുക്ക് പൂർണ്ണമായും തള്ളിക്കളയാൻ സാധിക്കുന്നില്ലെങ്കിൽ കൂടി ഇവിടെ നേതൃത്വത്തിന് വിശദീകരണം നൽകാനുള്ള അവസരം നൽകണമെന്നുള്ള ചില സൂചനകൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പ്രതികരണത്തിനൊപ്പം തന്നെ ഫേസ്ബുക്കിൽ നിന്നുള്ള നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് നേതാക്കളുമായി നേരിട്ടുള്ള ഒരു വിശദീകരണം നൽകലോ അല്ലെങ്കിൽ നേരിട്ടുള്ള കൂടിക്കാഴ്ചകളോ ഇതുവരെയും ഉണ്ടായിട്ടില്ല. പ്രധാനമായും ഷാഫി പറമ്പിലല്ലാതെ മറ്റ് പ്രധാനപ്പെട്ട നേതാക്കൾ ആരും രാഹുൽ മാങ്കൂട്ടത്തിലിനെ പരസ്യമായി അനുകൂലിച്ച് രംഗത്ത് വന്നിട്ടുമില്ല. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് രാഹുൽ മാങ്കൂട്ടത്തിലെ ഒരു ഭാഗം കേൾക്കേണ്ടത് സംഘടനാപരമായ ആവശ്യമാണ്. അങ്ങനെയുള്ള ഒരു ആവശ്യം അത്തരത്തിലുള്ള ഒരു വിശദീകരണം നൽകാൻ വേണ്ടി അല്ലെങ്കിൽ തൻ്റെ ഭാഗം ക്ലിയറാക്കാൻ വേണ്ടി നൽകിയ ശേഷമായിരിക്കുമോ രാജി? അതല്ല, ഇനി ആത്യന്തികമായി രാജിക്ക് സമർപ്പണത്തിന് ശേഷമായിരിക്കുമോ പാർട്ടിയെ എന്താണ് നടന്നതെന്നുള്ള കാര്യം ബോധിപ്പിക്കുക എന്നാണ് നോക്കിക്കാണേണ്ടത്. ഇതുമായി ബന്ധപ്പെട്ട ഒരു സസ്പെൻസ് ഇപ്പോഴും ഒളിഞ്ഞു കിടക്കുകയാണ്. കാരണം നിലവിൽ സംഘടനാകാര്യ സെക്രട്ടറി ACC സംഘടനാകാര്യ സെക്രട്ടറി KC വേണുഗോപാലിൻ്റെ പ്രതികരണത്തിൽ നിന്നും രാജി ഉണ്ടാവുകയില്ല എന്നുള്ള കാര്യത്തിൽ അദ്ദേഹം വ്യക്തമായ മറുപടിയാണ് നൽകിയത്. അതായത് രാജിയുടെ കാര്യമാണെങ്കിൽ കൂടി ഉടൻ തന്നെ അതിൻ്റെ കാര്യത്തിൽ തീരുമാനം ഉണ്ടാകും, രാജി ഒരിക്കലും ഉണ്ടാവുകയില്ല എന്നുള്ള കാര്യം അദ്ദേഹം സ്ഥിരീകരിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഈ ചാപ്റ്റർ തന്നെ ക്ലോസ് ആയി എന്നാണ്. പക്ഷേ പിന്നീട് അദ്ദേഹം പറയുന്നത് ഉടൻ തന്നെ തീരുമാനം ഉണ്ടാകുമെന്നാണ്. അതുകൊണ്ട് തന്നെ രാഹുലിൻ്റെ രാജി പാർട്ടിയിൽ വലിയ രീതിയിൽ ആലോചനയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാകുമോ, ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടായാൽ അത് പാർട്ടിയെ എങ്ങനെ ബാധിക്കും എന്നുള്ള കാര്യമാണ് നിലവിൽ ചർച്ചയാകുന്നത്. ഉന്മേഷ്, ശരി, മനീഷ് മൈവാലാണ് വിവരങ്ങൾ നൽകിയത്. രാഹുലിന്റെ യാത്ര എങ്ങോട്ടേക്കാണ് എന്നാണ് ഇനി അറിയേണ്ടതിൽ വ്യക്തത വരാനുണ്ട്.